അതെവിടെയോ ലോസായി. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഏട്ടനും ഏട്ടത്തി ഈസി ആയിട്ട് അങ്ങോട്ട് പോയി കളഞ്ഞു. നമ്മുടെ കല്യാണം കഴിഞ്ഞാന്ന് നമ്മുടെ ഫാമിലി വിശ്വസിക്കണമെങ്കിലും പുറത്തുള്ളവര് വിശ്വസിക്കണമെങ്കിലും നമുക്കുള്ള ഒരേ ഒരു ആധാരം അതാ ഏട്ടാ. അത് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇക്കാര്യം കാണാൻ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരുപാട് സങ്കടവും. ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ആ കത്ത് വേറെ ആരുടെങ്കിലും കൈ കിട്ടിയാ അത് വലിയ പ്രശ്നമാവും അവനി. അതിന്റെ മുകളിൽ എന്റെ പേരുള്ളത് കൊണ്ട് നേരിട്ട് എനിക്ക് കൊണ്ടു തന്ന പ്രശ്നമല്ല. പക്ഷെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും കിട്ടിയാ ഇന്ന് തന്നെ നമ്മുടെ കാര്യം തീരുമാനമാവും. കുടുംബത്തിന്റെ മാനം പോവും. ഇവിടെ എവിടെയോ ആണ് വീണെന്നല്ലേ പറഞ്ഞേ? വൈകിട്ട് നമുക്ക് നോക്കാം. മാർക്കറ്റിലെത്തുന്ന വളങ്ങളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഈ അടുത്ത് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. എല്ലാരും നന്നായി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതേ സായി ശേഖരേട്ടാ, കാണാൻ ഉപ്പും കർപ്പൂരവും ഒരേപോലെ തോന്നിയാലും രണ്ടും വേറെ തന്നെയാ. അതുപോലെ കീടനാശിനികളിലും നല്ലത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. നിങ്ങളതൊന്നും ശ്രദ്ധിച്ചാ മതി. വിളവ് നശിപ്പിക്കാൻ വരുന്ന പ്രാണിയാണെങ്കിലും ഇനി പ്രളയമാണെങ്കിലും എന്തു വന്നാലും എല്ലാം ആ അമ്മ നോക്കിക്കോളൂ. തടസ്സങ്ങളെയെല്ലാം നീക്കി കർഷകർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നുണ്ട്. ഇതെന്തോ ഇൻഡയറക്റ്റ് ആയിട്ട് നിഹാരിക പറഞ്ഞതുപോലെ തോന്നിയോ നിനക്ക്? അത് തന്നെയാ. അമ്മേ, ഞാൻ അതിലേക്ക് വന്ന് പോയി പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി മോളെ, ചെല്ല്. വേറെന്തൊക്കെയാ വിശേഷങ്ങള്? ഇന്നലെ ഈ മണ്ഡലത്തിലെ MLA വന്നിരുന്നു അമ്മേ. അതെ അമ്മേ, നമ്മുടെ ജയമ്മ. ഇന്നിങ്ങോട്ട് ജാത്രയ്ക്ക് വരാന്നൊക്കെ പറഞ്ഞിരുന്നു. വരട്ടെ നീ. നാടിനാവശ്യമുള്ള മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പരാതി നൽകാം. അവര് വരാൻ പോകുന്നത് അതിനൊന്നും അല്ല അമ്മേ. എന്തുപറ്റി? വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. പൊളിറ്റീഷ്യൻസ് എന്ന് വെച്ചാ അവര് പൊതുപ്രവർത്തകരാ. പ്രജാക്ഷേമമാണ് മുദ്രാവാക്യം. അവരുടെ സ്വഭാവം എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. ജയമ്മയല്ല, ജയമ്മയുടെ അമ്മയുടെ അമ്മ വന്നാലും ഞങ്ങളുടെ അമ്മയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു, അവര് പറയാനുള്ളതും പറഞ്ഞു. വന്നു കഴിഞ്ഞാ കാണാം. ഈ വേദവതി ഉള്ളപ്പോ നിങ്ങൾ വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ശ്രീകരേട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അല്ലായിരുന്നെങ്കിൽ ഈ ഉത്സവങ്ങളും പോരും തിരക്കും മുഴുവൻ ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത്. ആവനി പക്ഷേ എന്റെ മുകളിൽ സ്കോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ആവനിയെ പെടുത്താൻ പറ്റിയ വല്ല തെളിവും കിട്ടിയാൽ നന്നായിരുന്നു. നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളൊരു സംശയം നിഹാരികയുടെ മനസ്സിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് പോയി നിഹാരികയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാ നമ്മുടെ നേരെ പ്രയോഗിക്കാനായിട്ട് അവളുടെ കയ്യിൽ ഒരു അസ്ത്രം കിട്ടിയതുപോലെ ആയിരിക്കും അത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതാ നിഹാരികയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല അവനെ. പെട്ടെന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കണം. വായിട്ട് നോക്ക്. ആവനി ശ്രീകരു എവിടെയാ ഉള്ളെ? എന്തായിരിക്കും ചെയ്യുന്നത്? ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞോ? എന്തോ ജസ്റ്റ് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നത്. കേറി വന്നപ്പോ എന്തോ
അപശകുനം പോലെ എന്തോ സംഭവിച്ചെന്ന് ചേച്ചി പറയുന്ന കേട്ടല്ലോ. അതൊക്കെ സംഭവിച്ചു, ബട്ട് അതൊക്കെ ഞാൻ മാനേജ് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് വലിയ മൈനസ് മാർക്ക് ആയേനെ. കഴിഞ്ഞ തവണ ഉത്സവത്തിന് വന്നപ്പോ ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചതാ. എന്തൊക്കെ ചെയ്തിട്ടും അവസാനം അവൾ അങ്ങ് സ്റ്റാറായി. അമ്മയുടെ വായിന്ന് ആവശ്യത്തിന് കേൾക്കുകയും ചെയ്തു. ഇത്തവണ ഒരു വിഷയത്തിന് പോലും ആവനിക്ക് പാസ് മാർക്ക് പോലും കിട്ടാതിരിക്കാനുള്ള മാർഗം നമ്മൾ നോക്കണം. നിനക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങളും ഉണ്ട്. വേണമെങ്കിൽ എല്ലാവർക്കും ചേർന്ന് അവനെ അപമാനിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാലോ? അതിനുള്ളൊരു അവസരത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. ആവനിയെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു അവസരം നമ്മളെ തേടി വരുമെന്ന് തോന്നുന്നില്ല നിഹാരിക. നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. ചെയ്യാലോ ചേച്ചി. ആവനെ ഇഞ്ചിഞ്ചായിട്ട് ഒതുക്കാനുള്ള ഒരു ആയുധം എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല. ബലമുള്ള ഒരു ആയുധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാ ആവനിയുടെ നേരെ നമുക്ക് പ്രയോഗിക്കാം. അവസരം കൊടുത്താ ആവിനി ഗ്രഹണം പോലെ എല്ലാം അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് നിങ്ങൾ എന്നോട് അവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സമയം അനുകൂലിച്ചാ ഞാൻ തന്നെ ആവിനി അങ്ങ് വിഴുങ്ങാൻ പോവാ. ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഞാൻ വീഴാൻ പോയപ്പോ താൻ എന്നെ പിടിച്ചത് ഓർക്കുന്നുണ്ടോ? അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. എന്നെ ഇങ്ങനെ നിർത്തി പ്രേമകഥ മുഴുവനും പറയൂ കേട്ടോ. എന്നെ വിടന്നേ. എന്തായിരിക്കും അവര് സംസാരിക്കുന്നത്? തനിക്കൊരു ഇത്തിരി ശ്രദ്ധ വേണ്ടേ? താഴെ വീണിരുന്ന എനിക്ക് സഹിക്കില്ലായിരുന്നു. ഞാൻ താഴെ വീഴാതെ നോക്കാൻ എനിക്ക് ഒരു കെട്ടിയോനുണ്ടല്ലോ. ഞാൻ എന്തീ സിനിമ കാണുന്ന പോലെ നോക്കി നിൽക്കുന്ന? രണ്ടാളെ ഒരു പാഠം പഠിപ്പിക്കണം. കവർ നഷ്ടപ്പെട്ടതിന്റെ ടെൻഷനിൽ നിന്നൊക്കെ മാറി നിങ്ങള് ലവ് ഫീലിംഗിലേക്ക് നേരെ പോയി. ആ
ആദ്യം ആ കവർ ഒന്ന് തിരയും. തിരയണോ അല്ലേ? നോക്കാം. ഒരു മിനിറ്റ് അവനി. എന്താ അന്വേഷിക്കുന്നേ? ഒരിക്കൽ കൂടി താഴെ വീഴുന്നത് പോലെ അഭിനയിക്കാൻ വേണ്ടി മറ്റൊരു അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? നിന്റെ വേഷം കെട്ട് ഞാൻ കണ്ടു. അതിലെന്ത് വേഷം കെട്ടുണ്ടെന്നാ? ഞാൻ വീഴാൻ പോയപ്പോ എന്നെ പിടിച്ചു. വീഴാൻ പോയപ്പോ പിടിച്ചതാണോ അതോ പിടിക്കാൻ വേണ്ടി വീണതാണോ? നിനക്ക് എന്താ കംഫർട്ട് എന്ന് വെച്ചാ അത് കരുതിക്കോ. രണ്ടാളും അത്രയും നേരം എന്താ സംസാരിച്ച്? രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട് എന്താ കാര്യങ്ങളില്ലാഞ്ഞിട്ടാ? എന്ത് കാര്യം വേണേലും സംസാരിക്കാലോ. എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചെന്ന്? പേഴ്സണൽ. എന്റെ ഭാവി ഭർത്താവുമായിട്ട് നിനക്ക് എന്ത് പേഴ്സണൽ കാര്യം? നീ അറിയുന്നതിന് മുമ്പ് തൊട്ടേ എനിക്ക് ശ്രീകരനെ പരിചയമുണ്ട്. പേഴ്സണൽ കാര്യം ഉണ്ടാവരുതെന്ന് റൂളൊന്നും ഇല്ലല്ലോ. നിന്നെ കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങളും നേരിട്ടിപ്പോ കാണുന്ന കാര്യങ്ങളും തമ്മില് നല്ല മാച്ച് ആവുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് കറക്റ്റ്. ഇത് കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ്, കറക്റ്റ് ആണെങ്കിൽ നിനക്ക് പണിഷ്മെന്റ്. ഓക്കെ? ശ്രീകരേട്ടനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാ മുന്നോട്ട് പോകുന്നേ. വാട്ട് ഡു യു വാണ്ട്? നത്തിങ്. ചക്കരയ്ക്ക് ചുറ്റും ഉറുമ്പ് വെറുതെ അങ്ങ് കറങ്ങോ? സംതിങ് ഈസ് ദർ. ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ നിന്നോടത് പറയേണ്ട ആവശ്യമില്ല. മറ്റൊരു പെണ്ണിന്റെ കഴുത്തില് താലി കെട്ടാൻ പോകുന്ന ഒരാളുമായിട്ട് ഓവർ ഇന്റിമസിയുമായിട്ട് നടക്കുന്ന നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ എന്താ വിളിക്കുന്നെന്ന് അറിയോ? കുട്ടി കുട്ടി വസ്ത്രങ്ങളൊക്കെ ഇട്ട് പബ്ബുകളിലൊക്കെ കറങ്ങി ആചാരം അറിയുന്ന ഒരു പെണ്ണിനെ പോലെ മഹത്വമാക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ചതി കാണിച്ച് കയറി വന്ന നിന്നെ പോലൊരു പെണ്ണിനെ എന്താ പറയാന്ന് നിനക്കറിയോ? ദേ, ഏയ് ഏയ് ഏയ്. നീ എന്ത് ധൈര്യത്തിലാടി? അതിപവിത്രമായ ഒന്ന് എന്റെ ഈ കയ്യിലുണ്ട്. അതാ എന്റെ ധൈര്യം. എന്താ അത്? നിന്നെ പോലുള്ളവരോട് പറയാൻ പറ്റുന്നതല്ല. ഞാനത് കണ്ടെത്താതെ ഇരിക്കില്ല. നീ അത് കണ്ടെത്തുമ്പോഴേക്കും നിന്റെ ശരിക്കുള്ള രൂപം പുറത്തറിയും. നീ എന്തൊക്കെ വേഷം കെട്ട് നടത്തിയാലും അവസാനം ശ്രീകരേട്ടൻ താലി കെട്ടുന്നത് എന്റെ കഴുത്തിലായിരിക്കും. താലി കഴുത്തിൽ വീഴുന്നതിന് മുന്നേ അത് നടക്കാതിരിക്കാനുള്ള പണി ഞാൻ ഒരുക്കുമല്ലോ. ആ താലി എന്റെ കഴുത്തിൽ വീണാൽ ഉടനെ നിന്റെ കഴുത്ത് ഞാൻ അറക്കും. നീ നോക്കിയിരുന്നോ? ഓൾറെഡി അതെന്റെ കഴുത്തിലുള്ളപ്പോ നിനക്ക് എന്ത് അർഹതയുണ്ടെന്നാ നീ കരുതുന്നേ? ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ഒരാളെയും പേടിക്കണ്ട. സർക്കാർ കർഷകർക്ക് വേണ്ടി പുതിയ ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് നമുക്കൊരു അവബോധം കൊടുക്കണം.
ശരി അമ്മേ. ഏയ് 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 എന്തു പറ്റി നിഹാരിക? നീ എന്താ കാളയനെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് അങ്ങ് നോക്കിയെന്നേ ഉള്ളൂ. ഈ കാളയ്ക്കും നമ്മുടെ കുടുംബത്തിനും ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട് നിഹാരിക. എന്താ അത്? ഫ്ലാഷ് ബാക്കില് എന്താ സംഭവിച്ചതെന്ന് നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ നിനക്കെല്ലാം മനസ്സിലാവും. പറ ചേച്ചി. മുമ്പൊരു വർഷം ഞങ്ങൾ എല്ലാവരും അന്നപൂർണ ദേവിയുടെ കടാക്ഷോത്സവം നടത്താൻ വേണ്ടി വന്നിരുന്നു ഇവിടെ. നമ്മുടെ അമ്മ ചുവടുകൾ തെറ്റാതെ ദേവിയുടെ മുന്നിലേക്ക് പ്രസാദവും ചുമന്നുകൊണ്ട് പോകണം. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ഇത് വെറും കാളയല്ല, എല്ലാവരെയും പരിഭ്രാന്തരാക്കി ഓടിച്ചതാ. അന്ന് പിന്നെ അളിയൻ എന്നേക്കാൾ സ്പീഡിൽ ഓടിപ്പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ആ സീനിലേക്ക് ഇറങ്ങുമായിരുന്നു. കൊമ്പിൽ പിടിച്ച് വലിച്ച് കാല് രണ്ടും വലിച്ചു കീറി ഒറ്റ കൈ കൊണ്ടെടുത്ത് കറക്കി എറിഞ്ഞാണ് ഞാൻ. പൃഥ്വിരാജ് ഹിയർ. വെറും കോമഡി അല്ല. സ്വയം പൊക്കുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ആവണ്ടേ അച്ഛാ. ഏതോ കോഴിക്കുഞ്ഞിനെ പിടിച്ച് അതിനെ അറുത്ത് കമ്പിന് ചുറ്റി ഇങ്ങനെ ചുട്ടെടുക്കുന്ന പോലെ ഈസി ആയിട്ട് പറയാതെ. ഐ ക്യാൻ ഫൈറ്റ് മൈ ഡോട്ടർ. വായിടക്കേ. നിങ്ങളുടെ വീരപരാക്രമങ്ങളെ കുറിച്ച് ഞങ്ങളുള്ളപ്പോ തന്നെ പറയണം. ചേച്ചി, ഇപ്പൊ ഒരു ചാൻസ് കൊടുത്താ ആളിയന്റെ കഴിവെന്താണെന്ന് നമുക്ക് കാണാമല്ലോ. എന്താ അളിയ, കെട്ടഴിക്കട്ടെ? വേണ്ട വേണ്ടളിയ. വെറുതെ വിട്ടാ ഒരു ഫലം ഉണ്ടാവില്ല. കൂടിപ്പോയാ ജസ്റ്റ് ഒന്ന് ഇളകിയിട്ട് അവിടെ നിൽക്കും. പക്ഷെ ചുവന്ന വസ്ത്രം ഉപയോഗിച്ചാ അതിന്റെ എഫക്റ്റ് മറ്റൊന്നായിരിക്കും. ചുവന്ന ഡ്രസ്സോ? അതെ നിഹാരിക, കാളയ്ക്ക് ചുവന്ന വസ്ത്രങ്ങള് ഒട്ടും ഇഷ്ടമല്ല. പാമ്പും കീരിയും കണ്ടുമുട്ടിയ പോലെയാ. ചുവന്ന വസ്ത്രം ധരിച്ച ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാ വിരളി പിടിച്ചു പോവും. അതിന്റെ കൊമ്പ മനുഷ്യന്റെ വയറിൽ കുത്തിയിറങ്ങുന്നത് വരെ അത് കലിതുള്ളി ഓടും. അന്ന് ഉത്സവത്തിന് അമ്മയും ചുവന്ന സാരി ധരിച്ചതുകൊണ്ടല്ലേ അതങ്ങനെ പുറകെ വന്ന്? ആ, എന്താ നീ എന്താ ആവനിയെ അങ്ങനെ നോക്കുന്നേ? ഇക്കാര്യം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നീ എന്ത് ചെയ്യുമായിരുന്നു? എന്തെങ്കിലും ഒന്ന് ചെയ്ത് ആവിനെ കൊണ്ട് ചുവന്ന നിറത്തിലുള്ള സാരി ഉടുപ്പിക്കായിരുന്നു.
ആവനിയുടെ നേരെ ആ കാളയെ ഞാൻ പ്രയോഗിക്കുമായിരുന്നു. ആവനിയുടെ രക്തം കൊണ്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഞാൻ അഭിഷേകം നടത്തുമായിരുന്നു. ആവനിക്ക് ആ അടി കൊടുക്കാൻ വേണ്ടി ഈ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ അതിനുള്ള അവസരങ്ങൾ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി മനസ്സില് ശക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ഒരു അവസരം ലഭിക്കും.